നമസ്കാരം. ഇന്ന് നമ്മൾ കൊച്ചിൻ ലാംപ്സ്റ്റാൻഡ് ഓറിയന്റേഷൻ പ്രോഗ്രാമിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ചില സങ്കീർണമായ ആശയങ്ങളെ ലളിതമായി മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണിത്. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാമല്ലേ? ഈ പ്രോഗ്രാമിന്റെ പേരിൽ തന്നെ ഉണ്ടൊരു വാക്ക്, ഓറിയന്റേഷൻ. ആ ഓറിയന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നോക്കി തന്നെ തുടങ്ങാം. അപ്പോ ഒരു വടക്ക് നോക്കിയന്ത്രം പോലെ ദിശ കാണിക്കുക, അല്ലെങ്കിൽ ഒന്നിനെ ശരിയായ സ്ഥാനത്ത് വയ്ക്കുക എന്നൊക്കെയാണല്ലോ അതിന്റെ അർത്ഥം. അതേപോലെ ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യവും അതുതന്നെയാണ്, ഒരു ആത്മീയ കോമ്പസ് പോലെ പ്രവർത്തിക്കുക. അതായത് നമ്മളിപ്പോൾ ചിന്തിക്കുന്ന രീതിയിൽ നിന്ന് ദൈവത്തിന്റെ ചിന്താരീതിയിലേക്ക് നമ്മളെ ഒന്ന് ഓറിയന്റ് ചെയ്യുക, ഒന്ന് നേരെയാക്കുക. ഒരു ആത്മീയ പുനഃക്രമീകരണം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എന്തിനാണ് ഇങ്ങനൊരു റീഅലൈൻമെന്റ് അല്ലെങ്കിൽ ഒരു പുനഃക്രമീകരണം? അതിന്റെ ആവശ്യമെന്താണ്? അതിന്റെ കാരണം ഇതാണ്. നമ്മളിൽ പലർക്കും ബൈബിളിനെക്കുറിച്ച് ചില ധാരണകളൊക്കെയുണ്ട്. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ അതാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ. പക്ഷെ ഈ പ്രോഗ്രാം പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ബൈബിൾ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത് എന്നതിലേക്ക് ഒരു വലിയ ഷിഫ്റ്റ് ആവശ്യമാണെന്നാണ്. നമ്മുടെ പശ്ചാത്തലം എന്തുമാകട്ടെ, ഈ ഒരു കാഴ്ചപ്പാട് മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അവർ വാദിക്കുന്നു. അപ്പോ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? വെറുതെ കുറേ കാര്യങ്ങൾ പഠിച്ചു പോവുക എന്നല്ല ലക്ഷ്യം. മറിച്ച് കുറച്ച് പ്രായോഗികമായ കാര്യങ്ങൾ ചെയ്യാനാണ് ഇത് ആളുകളെ പ്രാപ്തരാക്കുന്നത്. 1. ദൈവവചനത്തെ ശരിയായിട്ട് വിഭജിക്കാൻ പഠിക്കുക. 2. ആത്മാക്കളെ ഉൾപ്പെടെ എല്ലാത്തിനെയും ശോധന ചെയ്യാനുള്ള കഴിവ് നേടുക. പിന്നെ അടയാളങ്ങളോടുകൂടി സുവിശേഷം പ്രസംഗിക്കുക. ചുരുക്കി പറഞ്ഞാൽ, ഉള്ളിലൊരു മാറ്റം വരണം, അത് പുറത്തുള്ള പ്രവൃത്തികൾ കാണണം. അതാണ് യഥാർത്ഥ ലക്ഷ്യം. ഭൂതകാലം എന്തുകൊണ്ട് പ്രധാനമാകുന്നു? ഓക്കെ, ഈ പഠനത്തിന്റെ ഘടന വളരെ രസകരമാണ്. ഇത് ഭൂതം, വർത്തമാനം, ഭാവി എന്നിങ്ങനെ 3ആയി തിരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഭൂതകാലത്തിനാണ്. കാരണം നമ്മുടെ ഇന്നത്തെ അവസ്ഥയെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ ഭൂതകാലമാണ് എന്ന ആശയത്തിനാണ് ഇവിടെ വലിയ പ്രാധാന്യം. ഈ ഒരു പോയിന്റ് വ്യക്തമാക്കാൻ അവർ നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയൊക്കെ ഓർത്തു നോക്കൂ. ഒരാൾ ടൈം ട്രാവൽ ചെയ്ത് അയാളുടെ ഭൂതകാലത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അയാളുടെ ചെറുപ്പകാലത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ വർത്തമാനകാലത്ത് അയാൾ പതിയെ മാഞ്ഞു പോകാൻ തുടങ്ങും, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. നമ്മുടെ ഭൂതകാലത്ത് നടന്ന കാര്യങ്ങൾക്ക് നമ്മുടെ ഇന്നിനെയും നാളെയെയും ഇല്ലാതാക്കാൻ വരെ കഴിയും. അത്രയ്ക്ക് ശക്തമാണ് ആ ബന്ധം. അപ്പോൾ ഇവിടെയാണ് യേശുവിന്റെ പ്രസക്തി വരുന്നത്. യേശു ചെയ്തത് നമ്മിൽ നിന്ന് തന്നെ രക്ഷപ്പെടാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിയെന്നതാണ്. എന്താണിതിന്റെ അർത്ഥം? അതായത് നമ്മുടെ ഭൂതകാലത്തിന്റെ ഭവിഷ്യത്തുകളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് തികച്ചും പുതിയൊരു ഭാവി യേശു വാഗ്ദാനം ചെയ്യുന്നു. ആ പഴയ കഥയുടെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് ഒരു മോചനം. എല്ലാ പുസ്തകങ്ങളിലും യേശു. ശരി, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ പ്രോഗ്രാമിന്റെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ബൈബിളിനെ, പ്രത്യേകിച്ച് നമ്മളിൽ പലരും വായിക്കാൻ മടിക്കുന്ന പഴയ നിയമത്തെ ഇവർ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളത് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ്. അതെ, നമ്മളിൽ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണിത്, അല്ലേ? എന്തിനായി പഴയ നിയമം വായിക്കുന്നത്? അതൊരുമാതിരി ക്രൂരനായ, എപ്പോഴും ദേഷ്യപ്പെടുന്നൊരു ദൈവത്തിന്റെ കഥയല്ലേ? വായിക്കാൻ തന്നെ ഒരു ബോറടിയാണ്. ഈ സാധാരണ സംശയങ്ങളെ ഈ പ്രോഗ്രാം നേരെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി വരുന്നത് യേശുവിൽ നിന്ന് തന്നെയാണ്. യേശു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു എന്ന്. അപ്പോ യേശുവിന്റെ അഭിപ്രായത്തിൽ ആ പഴയ നിയമം മുഴുവനും തന്നെക്കുറിച്ചാണ് പറയുന്നത്. ഇതാണ് ഈ പ്രോഗ്രാമിന്റെ അടിത്തറ. അതായത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിൾ ഒറ്റ പുസ്തകമാണ്. അത് യേശുവിനെക്കുറിച്ചുള്ളൊരു വലിയ കഥയാണ്. ചുരുക്കി പറഞ്ഞാൽ, പഴയ നിയമമില്ലാതെ പുതിയ നിയമം മനസ്സിലാക്കാൻ പറ്റില്ല. അതൊരു പകുതി വെച്ച് നിർത്തിയ സിനിമ പോലെയാവും. പഴയ നിയമത്തിലെ ആ സംഭവങ്ങളും പ്രവചനങ്ങളുമെല്ലാം ചേരുമ്പോഴാണ് പുതിയ നിയമത്തിന്റെ ചിത്രം പൂർണ്ണമാകുന്നത്. ഇതൊന്നു തെളിയിക്കാൻ പഴയ നിയമത്തിലെ ഓരോ പുസ്തകത്തിലും യേശുവിനെ എങ്ങനെ കാണാമെന്ന് ഇവർ വരച്ചു കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം തന്റെ മകനു പകരം യാഗം കഴിക്കാൻ കണ്ടെത്തിയ ആ ആട്ടുകൊറ്റൻ, അത് യേശുവാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴോ, അവിടെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് രക്ഷ നൽകിയ ആ പെസഹ കുഞ്ഞാടായി യേശുവിനെ കാണാം. സംഖ്യാപുസ്തകത്തില് മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനതയെ വഴിനടത്തിയ രാത്രിയിലെ ആ അഗ്നിസ്തംഭം യേശുവാണ്. രൂത്തിന്റെ കഥയില് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരനായിട്ടാണ് യേശുവിനെ അവതരിപ്പിക്കുന്നത്. സങ്കീർത്തനങ്ങളിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തിപരമാവുകയാണ്. അവിടെ അവനെന്റെ ഇടയനാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. യെശയ്യാവിലാണെങ്കിൽ നമുക്കെല്ലാം വേണ്ടി കഷ്ടം സഹിക്കുന്ന ദാസനായി യേശുവിനെ കാണാം. കണ്ടില്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവും രണ്ടല്ല,
മറിച്ച് യേശു എന്ന ഒരൊറ്റ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒറ്റ സന്ദേശമാണെന്ന് വ്യക്തമാകും. 4 അടിസ്ഥാന സംഭവങ്ങൾ. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഈ പഠനം എങ്ങനെയാണ് തുടങ്ങുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ തുടക്കത്തിൽ എവിടെയാണ് പ്രശ്നം പറ്റിയതെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 4 പ്രധാന സംഭവങ്ങൾ പഠിച്ചുകൊണ്ടാണ്. മനുഷ്യരാശിയുടെ കഥയിൽ വഴിത്തിരിവായ 4 സംഭവങ്ങൾ. ആ 4 സംഭവങ്ങൾ ഇവയാണ്. ഒന്നാമത്തേത് മനുഷ്യന്റെ വീഴ്ച. രണ്ടാമത് നോഹയുടെ കാലത്തുണ്ടായ ആ മഹാപ്രളയം. മൂന്നാമത്തേത് മനുഷ്യൻ ദൈവത്തോളം ഉയരാൻ ശ്രമിച്ച ബാബേൽ ഗോപുരത്തിന്റെ കഥ. നാലാമത്തേത് സോദോമിന്റെയും ഗൊമോറയുടെയും നാശം. മനുഷ്യരാശിയുടെ ആത്മീയ ചരിത്രത്തിലെ 4 തൂണുകളായിട്ടാണ് ഈ പ്രോഗ്രാം ഇതിനെ കാണുന്നത്. ഇവ ഓരോന്നും ആഴത്തിൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളും പഠിച്ചു കഴിയുമ്പോൾ ഈ പ്രോഗ്രാം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ 4 സംഭവങ്ങൾക്ക് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകവുമായി എന്ത് ബന്ധം? ഈ പുരാതന സംഭവങ്ങൾ നമ്മുടെയൊക്കെ ഇന്നത്തെ ജീവിതത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? ഈയൊരു ചോദ്യത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഈ പഠനത്തിന്റെ ആദ്യ ഭാഗം അവസാനിക്കുന്നത്. ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണതല്ലേ?